ഹാരിസ് ബീരാന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിയിലെ എതിർപ്പുകൾ തള്ളി പാണക്കാട് തങ്ങൾ. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിൽ ഹാരിസ് ബീരാൻ തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥിയാകും. PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും യൂത്ത് ലീഗും നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, എങ്ങനെയാണ് ഈ എതിർപ്പുകളെ തള്ളി ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് മുസ്ലിം ലീഗ്? ആദ്യഘട്ടം മുതൽ തന്നെ ഹാരിസ് ബീരാന്റെ കാര്യത്തിൽ പാണക്കാട് തങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് യൂത്ത് ലീഗ് ഈ വിഷയത്തിൽ വലിയ എതിർപ്പുമായി, പ്രത്യേകിച്ച് ലോക്സഭാ സീറ്റുകൾ പോലും നൽകാത്തതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആദ്യം തന്നെ അവർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. സീനിയർ ലീഡേഴ്സ് തന്നെ സീറ്റുകൾ വെച്ചുമാറുന്നതിൽ യൂത്ത് ലീഗ് ആദ്യഘട്ടത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ടുള്ള സമവായ ചർച്ചകളുടെ ഭാഗമായി ലീഗിന് ലഭിച്ച ഈ രാജ്യസഭാ സീറ്റിലേക്കും യൂത്ത് ലീഗ് കണ്ണുവെച്ചിരുന്നു. PK ഫിറോസിന്റെയും ഫൈസൽ ബാബുവിന്റെയും ഒക്കെ പേരുകൾ അത് ഉയർത്തിക്കൊണ്ടായിരുന്നു അവരുടെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ PMA സലാമും കഴിഞ്ഞ തവണ ഈ ലോക്സഭാ സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനും രാജ്യസഭാ സീറ്റ് ലഭിച്ചേക്കുമെന്നുള്ള ഒരു ശ്രുതി അത് ലീഗിൽ നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയും എതിർപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കേരള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലോ ഒന്നും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലും നിൽക്കാതെ പോകുന്ന ഒരു ആളെ പിടിച്ച് ഇത്തരത്തിൽ രാജ്യസഭാ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ MP അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നതിലൊരു എതിർപ്പ് കുഞ്ഞാലിക്കുട്ടിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ കാര്യമായ എതിർപ്പ് ആരും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് യൂത്ത് ലീഗിനെ പ്രതിനിധീകരിച്ച മുനവർലി തങ്ങളാണ് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ഒക്കെ യോഗത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും മുൻപ് അവർ പ്രകടിപ്പിച്ച വിയോജിപ്പ് അതത്ര കാര്യമായി യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥിയാകുന്ന ഹാരിസ് ബീരാന് കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ പിന്തുണയുണ്ട് എന്നതൊക്കെ അടക്കമുള്ള ശ്രുതികൾ അല്ലെങ്കിൽ അത്തരമുള്ള ചർച്ചകൾ ഒക്കെ ലീഗിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ നേതാക്കളുടെ വലിയൊരു എതിർപ്പ് പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിലേക്ക് പോകാനുള്ള കാരണമായി എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഹാരിസ് ബീരാൻ തന്നെ ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകുന്നു. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കുമെന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിരിക്കുന്നത്. ഹാരിസ് ബീരാനുമായി ബന്ധപ്പെട്ട് പാണക്കാട് തങ്ങൾക്ക് ഒരു കൃത്യമായ നിലപാടുണ്ടായിരുന്നു. അദ്ദേഹം സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് ഹാരിസ് ബീരാൻ ഒരു നിയമത്തിലൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതി അഭിഭാഷകനാണ്. KMCCയുടെ ഡൽഹി അധ്യക്ഷനാണ്. ലീഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കേസുകൾ അത് പലതും ഏകോപിപ്പിച്ച പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമൊക്കെ മുന്നോട്ട് പോകുന്നത് ഹാരിസ് ബീരാനാണ്. അപ്പോൾ അത്തരത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ, അത് നിയമജ്ഞനായിട്ടുള്ള ഒരാൾ, രാജ്യസഭയിലൊക്കെ തങ്ങളുടെ നിലപാടുകൾ ഭാഷാ പ്രശ്നമില്ലാതെ കൃത്യമായി ഉയർത്താൻ കഴിയുന്ന ഒരാൾ, ഒരു പാൻ ഇന്ത്യൻ മുഖം ലഭിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്നൊക്കെയുള്ള വാദങ്ങളാണ് അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടാണ് ഈ പാണക്കാട് തങ്ങൾ സ്വീകരിച്ചത്. ഒടുവിൽ ഉന്നതാധികാര സമിതിയിലും ഈ തീരുമാനത്തിന് അംഗീകാരം ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഹാരിസ് ബീരാന്റെ പേര് പ്രഖ്യാപിച്ചത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസവുമായി ബന്ധപ്പെട്ട ലീഗുമായി ബന്ധപ്പെട്ട ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ബന്ധപ്പെട്ട് നിന്നിരുന്ന അനിശ്ചിതത്വം അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ഈ വരുന്ന രാജ്യസഭ ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ UDFന് വിജയിപ്പിക്കാൻ കഴിയുന്ന സീറ്റിൽ ഹാരിസ് ബീരാൻ തന്നെയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. വീണ. ശരി പ്രജിത്ത്.